ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന തനി നാടൻ ചിക്കൻ പെരട്ടാണ് കേട്ടോ. നമ്മൾ നിത്യേന തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യാസപ്പെടുത്തിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ രുചികരമായി ചിക്കൻ പെരട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാവേ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ സാധാരണ ചില്ലി പൗഡർ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ആ ഒരു മസാല നമ്മുടെ ചിക്കനിലേക്ക് പുരട്ടിയെടുക്കാനാണ് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുറച്ച് തേങ്ങ കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മളിത് കഴിക്കുമ്പോഴേക്കും ഈ ഒരു തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴേ. ഇനി ഇതൊരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ പെരട്ട് തയ്യാറാക്കാവേ. അതിനായിട്ടൊരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. അതിനുശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞ സവാളയാണ്. സവാള ചെറുതായിട്ട് അരിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ അത് വാടി കിട്ടുവേ. പിന്നീട് അതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നന്നായിട്ടുള്ളത് കാരണമാണ് കേട്ടോ ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ തൂകി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ സവാളയൊക്കെ നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും കേട്ടോ. ഇപ്പോൾ അതേ നന്നായി വഴണ്ടി ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ദേ ചിക്കനും സവാളയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചൊക്കെ ഒന്ന് വേവിച്ച് കൊടുക്കാവേ. ഞാനൊരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ചിക്കനിലുള്ള വെള്ളം ഇറങ്ങി തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുവേ. അങ്ങനെ ദേ നമ്മൾ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ ഒന്ന് ഊറി വന്നിട്ടുണ്ട്. ഇനി ആ ഒരു വെള്ളത്തിൽ കിടന്ന് ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടുവേ. അങ്ങനെ നമ്മൾ മൂടി വെച്ച് നന്നായി തന്നെ വേവിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സമയം മൂടി വെക്കരുത്, കുറച്ച് സമയം ഒന്ന് മൂടി തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ ദേ വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്നത് വരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ദേ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് നല്ല കറുത്ത കളറിലാക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു സമയം തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ. നമ്മളിതൊരു ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ല കളറ് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൺചട്ടിയിൽ എടുക്കുന്നത് കൊണ്ട് കുറച്ച് ടൈം എടുത്താണ് ഇതൊന്ന് നല്ല കളറ് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ അതേ നമ്മുടെ ചിക്കൻ പെരട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ ഫുള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നല്ല അടിപൊളിയായിട്ട് നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.